അത്തരം ആൾക്കാർ ശരിക്കും അവരുടെ വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന സ്വത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഒഴിച്ച് കളയുന്നൊരു സിസ്റ്റം ഇവർക്കുണ്ടാവും. എന്നുവെച്ചാൽ എത്രയോ ഉണ്ടാക്കുക, ഭയങ്കര ആർഭാടപ്രിയരൊക്കെ ആയിട്ട് പോകും. വെറുതെ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് ആ ഒരു കളം കിട്ടിയാൽ മതി. ചന്ദ്രനോ ലഗ്നോ എവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യോതിഷന് അത് പറഞ്ഞു കൊടുക്കാം. അയാൾക്ക് ഇന്ന സവിശേഷതകളുണ്ടാവും, മുഖഭാവങ്ങൾ, മുഖത്തിൻ്റെ ഇത്. അതേ ഇപ്പോൾ ലഗ്നസ്ഥിതിയാണ് ദേഹസ്യ സൗഷ്ടം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്, അതിനെക്കുറിച്ചൊക്കെ ലഗ്നസ്ഥിതി കൊണ്ടിട്ട് തന്നെ ആ ഗ്രഹസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ ഒരു ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് തന്നെയായിരിക്കും വിവാഹപ്പൊരുത്തമൊക്കെ നോക്കുമ്പോൾ ഒരാളുടെ സ്വഭാവം, അത് ചെയ്യുന്ന സ്വഭാവം അതറിയാൻ പറ്റും. അനിൽ സർ, ഈ മകരക്കൂർ, കുംഭക്കൂർ, മീനക്കൂർ എന്നൊക്കെ പറയുമല്ലോ നാളിനോട് ചേർന്നിട്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു കൂറ്. ഒരു മേടക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന നക്ഷത്രങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 നക്ഷത്രങ്ങളാണ്: അശ്വതി, ഭരണി, കാർത്തിക. ആ കാർത്തിക കാൽഭാഗം, അതായത് ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണ്. അശ്വതി 4, ഭരണി 4, പിന്നെ ഈ കാർത്തികയുടെ 1-ാം പാദം. അങ്ങനെ 9 പാദം ഒരു കൂറിൽ, അതായത് മേടക്കൂറിൽ. ആ നക്ഷത്രങ്ങൾ അപ്പം നമ്മൾ ഏത് പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കാർത്തികക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഏത് പാദം, അല്ലെങ്കിൽ കാൽ, ഇങ്ങനെയൊക്കെ പറയും. കാർത്തിക കാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മേടക്കൂറിലാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ആ അത്രയും നക്ഷത്രങ്ങൾ, ആ 3 നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരും. പിന്നെയുണ്ട് ഇടവക്കൂറിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കാർത്തിക മുക്കാൽ 2, 3, 4 പാദങ്ങൾ കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ഇടവക്കൂറിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഒരു രാശിചക്രം വരയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ച എന്ന് അടയാളപ്പെടുത്തും. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ചന്ദ്രനെ കൊണ്ടിട്ടാണ് നമ്മൾ സൂചിപ്പിച്ച് എഴുതുന്നത്. അപ്പം ചന്ദ് കണ്ടു കഴിഞ്ഞാൽ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ 12 കളത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കൂറ്. ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്, അങ്ങനെ നമ്മൾ ഇടവക്കൂറുകാരനാണ്. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്: കാർത്തിക മുക്കാലും, അതുപോലെ തന്നെ രോഹിണി, മകയിരം 1ഉം 2ഉം പാദങ്ങളും. പിന്നെ മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദവും, മകയിരം, തിരുവാതിര, പുണർദം 3 പാദങ്ങളും വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ഓരോ കൂറിലേക്ക് അവിടെയാണ് നമ്മൾ ചന്ദ്രനെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രനെ അടയാളപ്പെടുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്നത് വെച്ചാൽ പുണർദത്തിൻ്റെ 1-ാം പാദം പറഞ്ഞു, ലാസ്റ്റ് പാദം 4-ാം പാദം കിടപ്പുണ്ട്. പുണർദം, പൂയം, ആയില്യം അവർ കർക്കിടകക്കൂറിലേക്ക് വരും. പിന്നെ മകം, പൂര, ഉത്രം, കാല്. ഉത്രം കാലെന്ന് നമ്മൾ ഈ പറയുന്ന വെച്ചാൽ ഉത്രത്തെ കാലെന്ന് വെച്ചാൽ 1-ാം പാദമാണ് കേട്ടോ. 4 പാദമുള്ളതിൽ അത് തന്നെ മുക്കാല് വെച്ചാൽ അങ്ങനെയാണ്. ഇത് മകം, പൂരം, ഉത്രം അത് ചിങ്ങക്കൂറുകാരാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വെച്ചാൽ ഉത്രത്തിൻ മുക്കാല്, അതായത് 2, 3, 4 പാദങ്ങൾ വരുന്നത് കന്നിക്കൂറിലേക്ക് വരും. അപ്പോൾ ഉത്രം, അത്തം, ചിത്തിര അത് കന്നിക്കൂറിൽ വന്നു. അപ്പോൾ 3 പാദം, ഉത്രത്തിൻ്റെ 3 പാദം വന്നു. അത്തം ഫുള്ളായിട്ടും 4 പാദം അവിടെ തന്നെ കന്നിക്കൂറേ ഉള്ളൂ. അപ്പോൾ മുറിനാളുകൾ വരുന്നത് ഈ ചില നക്ഷത്രങ്ങൾ മാത്രമേ മുറിനാളുകളായിട്ട് വരുള്ളൂ. അതായത് അവിടെ ഇവിടെ 2 കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ ഉത്രം വന്നു, പിന്നെ ചിത്തിര, ചിത്തിരയുടെ 2 പാദവും കന്നിക്കൂറിൽ കിടക്കുകയാണ്. ബാക്കി 2 പാദം ഇപ്പുറത്തേക്ക് തുലാക്കൂറിലേക്ക് വരികയാണ്. ചിത്തിര, ചോതി, വിശാഖം. വിശാഖത്തിൻ്റെ 3 പാദവും തുലാക്കൂറിൽ കിടക്കുകയാണ്. അപ്പോൾ ചിത്തിര 2, ചോതി 4 പാദം. ചോതി അവിടെ തന്നെ, ചോതി മുറിനാളല്ല, അപ്പുറപ്പുറം ഇല്ല അത്. അപ്പോൾ ചോതി അവിടെയുണ്ട്, തുലാക്കൂറിലാണ്. അതുപോലെ തന്നെ വിശാഖം 1, 2, 3 പാദവും ആ തുലാക്കൂറിൽ കിടക്കുകയാണ്. പിന്നെ 4-ാം പാദം മാത്രം നേരെ ഇപ്പുറത്തേക്ക് വരികയാണ്, ഇത് വൃശ്ചികക്കൂറിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളാ നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏത് പാദം എന്നറിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏത് കൂറിലാണ്. അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ചന്ദ്രനെ അടയാളപ്പെടുത്തിക്കുന്നത് വിശാഖം നാളാണ് പറയുന്നത്, വിശാഖം നക്ഷത്രമാണെന്ന് ഒരാൾ പറയുന്നത്. അപ്പോൾ ഗ്രഹനില നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റില്ല ഞാൻ ഏത് കൂറിലാണെന്ന് അറിയാൻ പറ്റില്ല വരുന്നവർക്ക്. അപ്പം ചന്ദ്രൻ അടയാളപ്പെടുത്തുന്ന വൃശ്ചികക്കൂറിലാണെങ്കിൽ അയാൾ 4-ാം പാദമാണ് വിശാഖത്തിൻ്റെ. വിശാഖം, അനിഴം, കേട്ട അത് വൃശ്ചികക്കൂറിൽ വരുന്നു. അപ്പോൾ വിശാഖത്തിൻ്റെ 1-ാം പാദവും അനിഴം 4 പാദങ്ങളും അതിലാണ്, തൃക്കേട്ടയുടെ 4 പാദവും അതിലാണ്. അങ്ങനെ 9 പാദങ്ങൾ മൊത്തം വൃശ്ചികക്കൂറിലുണ്ട്. ഇനി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം. അപ്പോൾ ഉത്രാടത്തിൻ്റെ 1-ാം പാദം മാത്രമേ ഉള്ളൂ കേട്ടോ, അവിടെ ധനുക്കൂറിൽ വരുള്ളൂ.
എന്ന് വെച്ചാൽ മൂലം നക്ഷത്രത്തിൻ്റെ 4 പാദമുണ്ട്, പൂരാടത്തിൻ്റെ 4 പാദമുണ്ട്, പിന്നെ ഉത്രാടത്തിൻ്റെ 1-ാം പാദം മാത്രം ആ ധനുക്കൂറിൽ വരും. അപ്പോൾ ഇത്രയും ആൾക്കാർ മനസ്സിലാക്കുക ധനുക്കൂറാണ് ഞങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഉത്രാടക്കാർക്ക് മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ. അവരുടെ ജനന സമയം അനുസരിച്ചാണ് ഏത് പാദത്തിലേക്ക് പോകുന്നതനുസരിച്ചിരിക്കും. ഉത്രാടം തുടങ്ങുമ്പോൾ തന്നെ ജനിക്കുകയാണെന്നെങ്കിൽ 1-ാം പാദത്തിൽ തന്നെ കിട്ടും. അതല്ല കുറേ കഴിഞ്ഞ് ആണെങ്കിൽ നമുക്ക് പാദങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകരക്കൂറിലേക്ക് വരും. മകരക്കൂറ് ഉത്രാടം 3/4, ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ 2 പാദങ്ങൾ മാത്രമാണ് ഈ മകരക്കൂറിലുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ അവിട്ടത്തിന് വേറെ 2 പാദം കൂടെ കിടപ്പുണ്ട്. മുറിനാളെന്ന് ഞാൻ പറഞ്ഞില്ലേ, പകുതി. അപ്പം മുറിനാൾ പറഞ്ഞാൽ പിന്നെ കുംഭക്കൂറിലേക്ക് വരും. അപ്പം അവിട്ടം, ചതയം, പുരുട്ടാതി 3/4. അപ്പോൾ പുരുട്ടാതിയുടെ 1, 2, 3 പാദവും ഈ കുംഭക്കൂറിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവിട്ടം 1, 2 പാദം കുംഭക്കൂറിലാണ്. ചതയം ഫുൾ അതിന് മുറിനാളല്ല, അപ്പം കുംഭക്കൂറിൽ തന്നെ പെടും. പിന്നെ വരുന്ന വെച്ചാൽ പുരുട്ടാതിയുടെ ലാസ്റ്റ് പാദം, അവസാന പാദം, 4-ാം പാദം, അത് മീനക്കൂറിലേക്ക് വരുന്നു. അത് പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. അതൊക്കെ ഉത്രട്ടാതിയും രേവതിയൊക്കെ മുഴുവൻ 4 പാദവും അവിടെ തന്നെയാണ് കേട്ടോ, മീനക്കൂറ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ കൂറുകൾ മാറി വരുമ്പോൾ ഓരോ വ്യക്തികൾക്ക് സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? കൂറുകൾ മറിച്ച് ഒരു നക്ഷത്രം വേറെ കൂറിലേക്ക് എന്നാണോ ഉദ്ദേശിച്ചത്? ഇപ്പം സർ പറഞ്ഞല്ലോ കുംഭക്കൂറിൽ ഒരു നാള്, അല്ലെ മകരക്കൂറില്, മീനക്കൂറിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. നക്ഷത്രം കൊണ്ടിട്ട് ഇപ്പോൾ ഒരു രാശിയിലെ ആ കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമൊക്കെ ഉണ്ട്. കുംഭക്കൂറിൻ്റെ ഒരു രാശി സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ, ഒരു കുടം എന്ന് പറഞ്ഞാൽ കുടം ഉള്ളത് മുഴുവൻ കമത്തുന്ന രൂപമായിട്ടാണ് ആ രാശി സ്വരൂപം വരച്ചിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ, അത്രയും ആൾക്കാർ, അതായത് അതിൽ വരുന്ന അവിട്ടം 3, 4 പാദക്കാരും ചതയും പുരുട്ടാതിക്കാരും കുംഭക്കൂറിൽ വരുന്നവരുടെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. അത്തരം ആൾക്കാർ ശരിക്കും അവരുടെ വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന സ്വത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഒഴിച്ച് കളയുന്നൊരു സിസ്റ്റം ഇവർക്കുണ്ടാവും. എന്നുവെച്ചാൽ എത്രയോ ഉണ്ടാക്കുക, ഭയങ്കര ആർഭാടപ്രിയരൊക്കെ ആയിട്ട് പോകും ഇവർ. കുംഭക്കൂറ് കിട്ടണ പൈസ വെച്ചാൽ 1000 കിട്ടിയാൽ 900-ൻ്റെ ഒരു ഷൂ മേടിച്ചേക്കാം എന്നുള്ള ചിന്തയിലേക്ക് പോകും. വലിയ വാഹനങ്ങൾ, വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ധരിക്കാനുള്ള ഈ പുരുട്ടാതിയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷതകളുണ്ട് കേട്ടോ. പക്ഷേ അവർ ശ്രദ്ധിക്കണം, പറഞ്ഞു കൊടുക്കും, ഞാൻ ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ ധനം അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെയോ സ്വത്തുക്കളെല്ലാം കൈവിടാതെ അസറ്റാക്കി പതിയെ മാറ്റിയിടുക. കയ്യിൽ പൈസ വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ചെലവാണ്, ഒഴിച്ച് കളയും ഇവർ, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോ രാശിക്കും ഓരോരോ സ്വഭാവങ്ങളുണ്ട്, സ്വഭാവ സവിശേഷതകൾ. അത് ഞാനിങ്ങനെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന കൂറുകാരാണെന്നെങ്കിൽ നിങ്ങൾ ഈ സ്വഭാവക്കാരായിരിക്കും, ചിലർ ഇൻട്രോവേർട്ട് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അപ്പോൾ മേടക്കൂര പൊതുവേ ഒരു രാശിഫലം എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് പറയും. ശരിക്കും മേടത്തിൽ ലഗ്നസ്ഥിതി മേടമായിട്ട് വന്ന വൃത്ത, താമര, ദീർഘകൃഷ്ണ, ശാഖലേഖ, വൃത്തമായിട്ടുള്ള മുഖവും താമര, അങ്ങനെയൊക്കെ നമുക്ക് രാശി സ്വരൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരാളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. മേടലഗ്നമായാൽ പോലും ലഗ്നത്തിനാണ് കൂടുതലും അത് യോജിച്ച് വരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഗണിതത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ കൂറിൽ വന്നിരിക്കുന്ന ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്നതിൻ്റെ സ്വരൂപമായിട്ട് നമ്മളിത് പഠിക്കുന്നത്. വൃത്താമൃത കൃഷ്ണ ശാഖ ക്ഷിപ്രപ്രസാദോടന കാമി ദുർബല ജാനുരസ്ഥിരതിന, അത് ജാനുക്കൾക്ക് മുട്ടിനൊക്കെ പിന്നീട് അവർക്കൊക്കെ ഒരു സാധ്യതയല്ലേ, അങ്ങനെ അയക്കാമെന്നുള്ള ലഗ്നം കൂടെ സ്ഥിതി കറക്റ്റായിട്ട് ആണെങ്കിൽ അത് കറക്റ്റായിരിക്കും അല്ലേ? ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.